ചെറിയ ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിച്ചിട്ട് ഓടുന്ന ഓട്ടം നിർത്തണേ. ഇനി മുതൽ ഓട്ടം നിർത്തണേ. ഈ ചെറിയ ചെറിയ സൂറത്തുകളൊന്ന് മാറ്റണേ. വലിയ വലിയ സൂറത്തുകൾ അറിയുമല്ലോ. ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണല്ലോ. അല്ലാഹുവേ, ഇന്നും ഇന്നാഅതൈനയും കുൽഹുവല്ലയും ഓതിയാ മതിയോ? ഒന്ന് മുകളിലേക്ക് കേറട്ടെ, ഒന്ന് മുകളിലേക്ക് കേറട്ടെ. വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്ക്. നിസ്കാരത്തിനെ ദീർഘിപ്പിക്ക്, നിസ്കാരത്തിനെ ദീർഘിപ്പിക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിന്ന് നിസ്കരിക്ക്. വലിയ വലിയ സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് നിന്ന് നിസ്കരിക്ക്. പ്രതിഫലം എന്തെന്നറിയുമോ? അസ്ഫാ അലാ സ്വലാ. അവിടെന്ന് പറയുകയാണ്, വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നമസ്കരിച്ച അല്ലാഹു അവന്റെ മരണം, അവന്റെ മരണവേദന അല്ലാഹു കുറയ്ക്കുകയാ. വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കണം മോനെ. പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമസ്കരിക്കുന്ന സമയത്ത് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് വേണം നിസ്കരിക്കാൻ. നിന്റെ നൃത്തം ദീർഘിപ്പിക്കണം, നിന്റെ നൃത്തം ദീർഘിപ്പിക്കണം. കാരണം മരണവേദന അല്ലാഹു എളുപ്പമാക്കുകയാണ്. നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കി തരികയാ. അതറിയണമെങ്കിൽ, അതറിയണമെങ്കിൽ, അതിന്റെ രസമറിയണമെങ്കിൽ, ഈ നിസ്കാരത്തിന്റെ സുഖമറിയണമെങ്കിൽ സമാധാനത്തോടെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് നിന്നൊന്ന് നിസ്കരിച്ച് പഠിക്ക്. അത് വല്ലാത്ത ഒരു രസമാ, അത് വല്ലാത്ത ഒരു സുഖമാ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. മരണത്തോട് മല്ലടിക്കുകയാ. കിടന്ന് കരയുകയാ, കിടന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? മരിക്കാൻ പേടിച്ചിട്ടാണോ? മരണമെടുത്തതിന്റെ പേരിലാണോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് തങ്ങളോട് തന്റെ കുടുംബക്കാരും കൂട്ടുകാരും ചോദിക്കുകയാ, വല്ലാതെ കരയുകയാ, വല്ലാതെ കരയുകയാ. അവര് ചോദിക്കുന്നു, മരിക്കാനുള്ള പേടി കൊണ്ടാണോ? ഞങ്ങളെയും കുടുംബത്തെയും വിട്ട് പിരിയാനുള്ള പ്രയാസം കൊണ്ടാണോ? മഹാനായ അസ്വദ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഇനി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ആ നിസ്കാരത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന പടച്ച റബ്ബുമായി സംസാരിക്കുന്ന ആ ഒരു രസമിനിയില്ലല്ലോ. അത് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് തങ്ങൾ പറയുമ്പോ, മോനെ, നിസ്കാരം ഒരു സുഖമാടാ, അതൊരു ഹരമാടാ, അതൊരു ലഹരിയാടാ. പിന്നെ ഒരു മടിയുമില്ലല്ലോ, പിന്നെ ഒരു ടെൻഷൻ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ എത്രയോ മഹത്തുക്കള് രാത്രി കാലങ്ങൾ മുഴുവനും ഇശാ നമസ്കരിച്ച വുദു കൊണ്ട് സുബ്ഹി വരെ നിന്ന് നിസ്കരിച്ചത്. അതുകൊണ്ടാ ഒറ്റ റക്അത്തില് അല്ലാഹുവേ ഒറ്റ രാത്രി കൊണ്ട് ഖത്തം തീർത്തവരുണ്ടല്ലോ. ഇമാമുനാ അബൂ ഹനീഫ, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ലേ? അവർക്ക് ആർക്കും ക്ഷീണം തോന്നിയില്ലല്ലോ. ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രം അറിയുമല്ലോ. അതുകൊണ്ട് സഹോദരാ, നിസ്കാരത്തിന്റെ നൃത്തം നീട്ടിക്കോ. അല്ലാഹു നിന്റെ മരണം എളുപ്പമാക്കി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്തുക്കളൊക്കെ നമുക്കൊക്കെ ഒരു ഇത്തിരി നേരം നിന്നാ കറങ്ങാ. സലീം ഉസ്താദ് നിർത്തണില്ലല്ലോ. അല്ല, ഇതെന്താ പൈ ചങ്ങാതി ഓതണേ അല്ലേ? വലിയ വലിയ സൂറത്ത് ഓതുമ്പോൾ നമുക്കൊക്കെ ബുദ്ധിമുട്ടാ. എങ്കിൽ അതിൻ്റെ ഗുണമറിയോ? ഒന്ന് നിക്ക്, ഒന്ന് നിന്ന് നിസ്കരിച്ചു നോക്കുമോനെ, അള്ളാഹു മരണം എളുപ്പമാക്കി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ നൃത്തം നീട്ടണം. നിസ്കാരത്തിന്റെ നൃത്തം കിട്ട് നീട്ടണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സുഖവും രസവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇങ്ങനെ നിസ്കാരം 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 പെണ്ണുമ്പിള്ളയുടെ പുതപ്പിന്റെ കീഴിൽ നിന്നിട്ട് മാറും, അവിടെ കിടക്കില്ല. മൊബൈലും എല്ലാം മാറും, എല്ലാ സുഖങ്ങളും പാറും. പിന്നെ ഇങ്ങനെ സുജൂദി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അള്ളാഹു ആ സുഖം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, ഇതൊന്നും വെറുതെയല്ല, ഇതൊന്നും വെറുതെയല്ല, ഇതൊന്നും വെറുതെയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഹദീസിൽ കാണാം, നാളെ ജനങ്ങൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ എല്ലാവരും ഇങ്ങനെ തലയിലെ മുടിയിൽ ഇങ്ങനെ മണ്ണ് തട്ടൂന്ന, എല്ലാവരും ശരീരത്ത് പറ്റിയിരിക്കുന്ന മണ്ണുകൾ ഇങ്ങനെ തട്ടും. ആരപ്പ വിളിച്ചുണർത്തിയേ എന്ന് ചോദിക്കുക. നല്ലവരൊക്കെ ചോദിക്കുക, ആരാ വിളിച്ചുണർത്തിയേ? ഇതപ്പ പുതിയാപ്പള ഇറങ്ങണവൻ ഇങ്ങനെ മണ്ണ് തട്ടിക്കളയുന്ന. അപ്പൊ ചില ആൾക്കാരുടെ നെറ്റിയിൽ ഇങ്ങനെ മണ്ണ്, സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റിയിൽ മണ്ണ് പറ്റിയാ തുടച്ചു കളയണോ? പറ മനുഷ്യന്മാരെ, നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ അല്ലേ? അല്ലാഹു അക്ബർ. മുടി മണ്ണ് പറ്റി, അടുത്ത അല്ലാഹു അക്ബർ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ മണ്ണ് പറ്റി നമ്മൾ അപ്പ തുടയ്ക്കും അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ശരീരത്തിലെ മണ്ണുകൾ മുഴുവനും തട്ടിമാറ്റും. എന്നാൽ ഒരു വിഭാഗത്തിന്റെ നെറ്റിയിലെ മണ്ണ് പോകൂല. ഒരു വിഭാഗത്തിന്റെ നെറ്റിയിൽ പറ്റിയിരിക്കുന്ന മണ്ണ് പോകൂല. അവരിങ്ങനെ തുടച്ചു കളയാൻ നോക്കുമ്പോ അവിടെ നിന്ന് പറയുകയാ, യാ മലായികതീ ലൈസ ദാലിക തുറാബ് മിൻ ഖുബൂരിഹിം ഇന്നമാ ഹുവ മിൻ തുറാബ്. ആ മലക്കുകൾ പറയുകയാണ്, നിങ്ങൾ ആ മണ്ണ് തട്ടണ്ട. എത്ര തട്ടിയാലും ആ മണ്ണ് പോകൂല. അത് ഏതും മണ്ണെന്നറിയുമോ? അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തപ്പോ നിന്റെ നെറ്റിത്തടത്തിൽ പറ്റിയ മണ്ണാ. ആ മണ്ണിന് പോലും വല്ലാത്ത മഹത്വം. നീ സുജൂദ് ചെയ്ത സമയത്ത് നിന്റെ നെറ്റിത്തടത്തിൽ പറ്റിപ്പോയ മണ്ണിന് പോലും വല്ലാത്ത മഹത്വമുണ്ടെന്ന് മഹത്തുക്കൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കാരത്തിന്റെ കാര്യം നിങ്ങളെ മറക്കരുത്. ഒരിക്കലും നിങ്ങളെ മറന്നു പോകരുത്. അതുകൊണ്ട് മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിൽ നമസ്കരിക്കാൻ നിത്യമായി വരുന്ന ഒരു മനുഷ്യനെ കണ്ട അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അതുകൊണ്ട് അല്ലാഹുവേ, മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് വുളുവെടുത്ത് അവസാനത്തെ വഖ്തും ഖളയാക്കാതെ ജമാഅത്തായി നിസ്കരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ആ വിഭാഗത്തിന്റെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, അല്ലാഹ് മരിക്കുന്ന കാലം വരെ ജമാഅത്തായി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്ന മൂന്നാമത്തെ അടയാളം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, മൂന്നാമത്തെ പ്രതിഫലം എന്താ? 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്താണ് അവരുടെ മൂന്നാമത്തെ അടയാളം? സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ആ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശികളെന്ന് പരിചയപ്പെടുത്തിയ
ആ വിഭാഗത്തിന്റെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഇന്നല്ലദീന യതുലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാത്ത് വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു നൽകിയതിൽ നിന്ന് ചിലവാക്കുന്നവരുണ്ടല്ലോ, അവർക്കുണ്ടാകുന്ന മൂന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? ഇവര് സ്വർഗത്തിലാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞ ഈ വിഭാഗത്തിന്റെ മൂന്നാമത്തെ ഗുണമെന്താ? അവര് ദാനധർമ്മം ചെയ്യുന്നവരാ, അല്ലാഹു കൊടുത്തത് പാപങ്ങൾക്ക് കൊടുക്കുന്നവരാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവരാ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവാക്കുകയും ചെയ്യുന്നവരെ അവർ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാകുന്നു എന്ന് ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു കൊടുത്ത പണമതാ പടച്ചറബ് സമ്പത്ത് കൊടുക്കുമ്പോ അത് അല്ലാഹു എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നതാണ്. ഇത് പാപങ്ങൾക്കുള്ളതാണ്, ഇത് രോഗികൾക്കുള്ളതാണ്, ഇത് പള്ളികൾക്കുള്ളതാണ്, ഇത് റബ്ബനിക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞു തന്നതാണ്. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരുണ്ടല്ലോ, രഹസ്യമായും പരസ്യമായി കൊടുക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള സ്വഭാവ ഗുണമായ ഹിക്മത്ത് നേടിയെടുക്കുന്നതിനായി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തന്ന മൂന്നാമത്തെ അടയാളമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ മറന്നു പോകരുത്. പാപപ്പെട്ടവനെ വീടിന്റെ അകത്ത് കയറ്റാറില്ലല്ലോ, ഗേറ്റ് പോലും അവിടെ നിന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. ഗേറ്റ് പോലും തുറക്കാൻ മടിക്കുന്നവരുണ്ടല്ലോ, പാപങ്ങൾ ആട്ടി ഓടിക്കുന്നവരുണ്ടല്ലോ. റമദാൻ തുടങ്ങുകയാണ്, വീടിന്റെ മുന്നിൽ പാപങ്ങൾ വരുമല്ലോ, ഒരിക്കലും നിങ്ങൾ ആട്ടി ഓടിക്കരുത്, ഒരിക്കലും നിങ്ങൾ ആട്ടി ഓടിക്കരുത്. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ വീടിന്റെ മുന്നിൽ ആരെങ്കിലും യാചകന്മാര് വന്നാൽ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ മുന്നിൽ യാചിക്കാൻ ആരെങ്കിലും വന്നാ മഹാനവറുകൾ പറയുമായിരുന്നു, മർഹബൻ ബിമൻ ജാഅ യഗ്സിലു ദുനൂബ. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുകയാ, ആരെങ്കിലും യാചിക്കാൻ വീടിന്റെ മുന്നിൽ വരുമ്പോ അവിടെ നിന്ന് പറയുകയാ, സ്വാഗതം സ്വാഗതം, എന്റെ പാപം കഴുകിക്കളയാമെന്നവനെ നിനക്ക് സ്വാഗതമെന്ന് പറഞ്ഞു സ്വീകരിക്കുമായിരുന്നു. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ വീട്ടിൽ യാചിക്കാൻ വരുന്നവൻ നമ്മുടെ വീട്ടിൽ വന്നാ ഗേറ്റ് തുറക്കാറില്ല, നിനക്കൊന്നുമില്ലടാ എന്ന് പറഞ്ഞാട്ടി ഓടിക്കുമല്ലോ, വാതില് പോലും തുറക്കാറില്ലല്ലോ, അവനെ കള്ളനെന്ന് വിളിക്കുമല്ലോ. പക്ഷേ മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ അങ്ങനല്ല, ഇറങ്ങി ചെല്ലുകയാണ്. മർഹബൻ മർഹബൻ, വാടാ മോനെ, വാടാ മോനെ, എന്റെ പാപം കഴുകാമെന്ന ഭാഗ്യവാന്, എന്റെ പാപങ്ങൾ കഴുകിക്കളയാമെന്ന ഭാഗ്യവാന് എന്നവിടുന്ന് സ്വാഗതം പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, കാരണം അവർക്ക് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം അവർക്കറിയുന്നത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളൊരു മനുഷ്യനും കൊടുക്കില്ലല്ലോ, നമ്മൾ പൂഴ്ത്തിവെക്കുകയാണ്, നമ്മൾ പൂഴ്ത്തിവെക്കുകയാണ്. എങ്കിലും മഹത്തുക്കൾ അങ്ങനെ ആയിരുന്നില്ല, അവരൊരിക്കലും പൂഴ്ത്തിവെക്കുന്നവരായിരുന്നില്ല, ഉള്ളതിൽ പങ്ക് കൊടുക്കുന്നവരായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മു സലമയുടെ ചരിത്രം അറിയുമോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കാനാ 1 ഗ്രാം 1 പവനല്ല ചോദിച്ചത്, 10 പവനല്ല ചോദിച്ചത്, 1 ഗ്രാം സ്വർണ്ണാഭരണം അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോ തരുന്ന പെങ്ങള്, നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണോ? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, പടച്ചവനെ, മുത്തുനബിയുടെ മുന്നിലേക്ക് വരികയാ. അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ്. മുഖത്ത് വല്ലാത്ത പ്രയാസം, മുഖത്ത് വല്ലാത്ത പ്രയാസം. മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മു സലമ, എന്തേ നിനക്ക് സുഖമില്ലേ? എന്തെങ്കിലും രോഗമാണോ ഉമ്മു സലമ? അവിടെ നിന്ന് നിന്റെ മുഖത്ത് വല്ലാത്ത പ്രയാസം കാണുന്നല്ലോ, മുഖത്ത് വല്ലാത്ത ടെൻഷൻ കാണുന്നല്ലോ. എന്തേ നിനക്ക് സുഖമില്ലേ? വല്ല വേദനയുമുണ്ടോ? വല്ല പ്രയാസവുമുണ്ടോ? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് ടെൻഷൻ വരാൻ, എന്റെ മുഖത്ത് സമാധാനമില്ലാതിരിക്കാൻ കാരണം എന്തെന്നറിയുമോ? മിൻ അജ്ലി ദാരി മിൻ അജ്ലി ദനാരീന സബഅല്ലതി അതത അംസി. മഹദിയായ ഉമ്മു സലമ പറയുകയാ, ഒരു 7 ദിർഹം എനിക്ക് കിട്ടി നബിയേ. ഒരു 7 ദിർഹം രാവിലെ കിട്ടിയതാണ്. അതെന്റെ തുണിക്കടിയിൽ, എന്റെ തലകണക്കടിയിൽ 7 ദിർഹം ഇരിക്കുന്നുണ്ട് നബിയേ. അത് വീടിന്റെ അകത്തിരിക്കുന്നത് കൊണ്ടാ എനിക്ക് സമാധാനമില്ലാത്തത്. കള്ളം കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ടല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്റെ മുഖത്തൊരു പ്രയാസം, വല്ല രോഗമുണ്ടോ? വല്ല വേദനയുണ്ടോ? എത്ര ടെൻഷൻ? ടെൻഷൻ എന്തെന്നറിയോ നബിയെ? ഒരു 7 ദിർഹം രാവിലെ കിട്ടിയതാ, വീട്ടിനകത്തിരിപ്പുണ്ട് നബിയെ. അത് കൊടുത്തു വീടുന്നത് വരെ സമാധാനമില്ല. അത് ഏതെങ്കിലും പാവങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയില്ല. അത് വീടിന്റെ അകത്തിരിക്കുന്നത് കൊണ്ടാ എനിക്ക് സമാധാനമില്ലാത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് എങ്ങനെ സമാധാനം? എന്തേ കാക്ക മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ടെൻഷൻ. കള്ളം വല്ലതും കയറുമെന്ന് പേടിച്ചിട്ട ഉസ്താദ്. കാരണം എന്തേ? പെണ്ണുമ്പിള്ളയുടെ സ്വർണവും പൈസയും അലമാരിക്കകത്തിരിക്കുക. നമ്മൾ നേരെ തിരിച്ച് 7 ദിർഹം തന്റെ വീടിന്റെ അകത്തിരിക്കുന്നുണ്ട്. സാധാരണ വൈകുന്നേരം ആകുന്നതിന് മുമ്പേ ആർക്കെങ്കിലും കൊടുക്കും. വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ഇന്ന് കൊടുക്കാൻ പറ്റിയില്ല. രാത്രിയായി. വീടിന്റെ തലകണിക്കടിയിൽ ഇരിക്കാൻ നബിയെ. അതിന്റെ ടെൻഷൻ കാരണം കരഞ്ഞതാ നബിയെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയൊക്കെ വാരിക്കൂട്ടി വെച്ചാലും ഒന്നും കൊണ്ടുപോകില്ലല്ലോ. എത്രയൊക്കെ കോടീശ്വരന്മാരാണെങ്കിലും, എത്ര സമ്പാദിച്ചു വെച്ചവനാണെങ്കിലും, 6 മണ്ണിലേക്ക് നിനക്ക് പോകണ്ടേ? എന്ത് കൊണ്ടുപോകും? ആരോ വാങ്ങിത്തന്ന 3 കഷ്ടം തുണി, ആരോ വാങ്ങിത്തന്ന 3 കഷ്ടം തുണി, അതല്ലാതെ കുറച്ച് പഞ്ഞിയും കുറച്ച് സുഗന്ധവുമല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിലേക്ക്, ഖബറിലേക്ക് പോകുമ്പോ ഒന്നും നമ്മൾ കൊണ്ടുപോകില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ അവരെ സ്വർഗ്ഗത്തിലെ നിത്യവാസികളാണ്, അവരെ സ്ഥിരതാമസം സ്വർഗ്ഗത്തിലാണ് എന്ന് അല്ലാഹു പറഞ്ഞ ആ വിഭാഗത്തിന് 4 അടയാളമുണ്ട്. ആ 4 അടയാളത്തിൽ 3ാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുകയാ. അവർക്കുണ്ടാകുന്ന 4ാമത്തെ 3ാമത്തെ ഗുണമെന്തെന്നറിയുമോ? റബ്ബുല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയാ യർജൂന തിജാറതൻ ലൻ തബൂർ. അതുകൊണ്ട് ഏറ്റവും വലിയ കച്ചവടം ചെയ്യാൻ തയ്യാറായിക്കോ. ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടം. ഏത് കച്ചവടം ചെയ്താലും നഷ്ടമുണ്ടല്ലോ. എങ്കിലും നഷ്ടമില്ലാത്ത കച്ചവടം എന്തെന്നറിയുമോ? അത് രഹസ്യമായും പരസ്യമായും അല്ലാഹു തന്നത് അല്ലാഹ്ക്ക് കൊടുക്ക്, അല്ലാഹുടെ കയ്യിൽ കൊടുക്ക്, അല്ലാഹുന്റെ ഭവനത്തിന് കൊടുക്ക്. കള്ളം കൊണ്ടുപോകൂല, തീ കൊണ്ടുപോകൂല, വെള്ളം കേറി നശിക്കും
നശിക്കൂല, ഇൻഡൻ ടാക്സ് കൊണ്ടുപോകില്ല, ഒരിക്കലും നശിക്കാത്ത കച്ചവടമാ. അതുകൊണ്ട് പടച്ചറപ്പിന്റെ പള്ളിക്ക് വേണ്ടി എത്രയോ പാപങ്ങള്, കോടികളാസികളുള്ളവരുണ്ട്, ഒരുപാട് പണമുള്ളവരുണ്ട്. അവര് കൊടുക്കാതിരിക്കുമ്പോ ഉസ്താദേ കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല, കടത്തിലാണ് ഉസ്താദ്, രോഗിയാ ഉസ്താദ്. എന്നിട്ടും കയ്യിലുള്ളത് പടച്ചറപ്പിന്റെ പള്ളിക്ക് വേണ്ടി തരുന്നവര്. ഇതൊന്നും വെറുതെയല്ല, ഇതൊന്നും വെറുതെയല്ല. നിന്നെ കുറിച്ചാ അല്ല പറഞ്ഞത്, നിന്നെ കുറിച്ചാ പടച്ചറപ്പ് പറഞ്ഞത്. നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്, നീ അല്ല ഇഷ്ടപ്പെട്ടവനാണെന്ന്. അതുകൊണ്ട് പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ചവനെ 1 ഗ്രാം തരാ, 1 ഗ്രാം തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തന്നവരുണ്ടല്ലോ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ ഒറ്റ പ്രതിഫലമേ ഉള്ളൂ, ഒരു പ്രതിഫലമേ ഉള്ളൂ. അത് മരിക്കുന്ന സമയത്ത് കാണാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അസ്രായിലിനെ നേരിട്ട് കാണുന്ന സമയമുണ്ടല്ലോ. ഫകസഫിനാ അൻക ഇതാക ഫബസറുക അൽയൗമ ഹദീദ്. അസ്രായിലിനെ നേരിട്ട് കാണുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് സഹോദരാ, നീ യാചിക്കണ്ട, സദക്ക കൊടുക്കാൻ സമയം താ, സദക്ക കൊടുക്കാൻ സമയം താ എന്ന് പറഞ്ഞുകൊണ്ട് ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക. അസ്രായിലേ, എനിക്കൊരു നിമിഷം താ, എന്റെ മരണമൊന്ന് മാറ്റിവെക്ക്, എനിക്കൊരൽപ്പം സമയം താ. എന്തിനാ കാക്ക, എന്തിനാ ദണ്ടെന്നത്, എന്തിനാടാ ചെറുപ്പക്കാരാ, എന്തിനാ പെണ്ണേ നിനക്ക് സമയം എന്തിനാ? ഫഅസ്വദ്ദക, സദക്ക കൊടുക്കാനാ, സദക്ക കൊടുക്കാനാ എന്ന് പറഞ്ഞ് യാചിക്കുമെന്ന് പറഞ്ഞത് ഞാനല്ല, അല്ലാഹുവിന്റെ ഖുർആനാ. അതുകൊണ്ട് ആ സമയത്ത് നിനക്ക് സ്വർഗം കാണണോ? വാപ്പ മരിച്ചു കിടന്നപ്പ ചിരിച്ചത് കോമഡി കേട്ടിട്ടല്ല, നീ തമാശ പറയുന്നത് കണ്ടിട്ടല്ല, നിന്റെ മുഖം കണ്ടിട്ടല്ല. പിന്നെ വാപ്പ ചിരിച്ചത് എങ്ങനെയെന്നറിയോ? വഅബ്ശിറൂ ബിൽ ജന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉമ്മ മരിച്ചു കിടന്നപ്പ ചുണ്ടിലൊരു പുഞ്ചിരി കണ്ടത് വെറുതെയല്ല, പിന്നെ എങ്ങനെ ചിരിച്ചതെന്നറിയുമോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അല്ലാഹുവിന്റെ മലക്കുകൾ സ്വർഗം കാണിച്ചു തന്നതുകൊണ്ടാ. അതുകൊണ്ട് പള്ളിക്ക് വേണ്ടി 1 സ്ക്വയർ ഫീറ്റിന്റെ പൈസ കൊടുത്തവരുണ്ടല്ലോ, 1 ഗ്രാം സ്വർണത്തിന്റെ പൈസ കൊടുത്തവരുണ്ടല്ലോ. ഉസ്താദ്, പരിശുദ്ധമായ റമദാനിന്റെ 29ാമത്തെ രാവിലെ കോടിക്കണക്കിന് ഇസ്തിഗ്ഫാർ പറഞ്ഞു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 100 കണക്കിന് ഖത്തം ഓതിയിട്ട് ആ സദസ്സിലിരുന്ന് ദുആ ചെയ്യുമ്പോ ഈ പാവപ്പെട്ടവളെ മറക്കല്ലേ, ഈ പാവപ്പെട്ടവനെ മറക്കല്ലേ, ഞങ്ങൾക്ക് കൂടെ ദുആ ചെയ്യണം. ഈ പായിപ്പാട് പള്ളിയുടെ വാർപ്പിന് 1 ചാക്ക് സിമന്റെങ്കിലും എന്റെ വകയായിട്ട് വേണം ഉസ്താദ് എന്ന് കരുതിയിട്ട് ഓൺലൈനിലൂടെ തന്ന ഉമ്മ, തന്ന മുസ്ലിമേ, മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാം കൊടുത്തത് വെറുതെയല്ല, കൊടുത്തത് വെറുതെയല്ല. പാപങ്ങളെ കെട്ടിക്കാനല്ല, സംഘടന വളർത്താനല്ല, തിന്നാനല്ല, വെറുതെ ചെലവഴിക്കാനല്ല, അല്ലാഹുവിന് സുജൂദ് ചെയ്യാനാ.
അല്ലാഹുവിന് ഭവനം പണിയാനാ, കൊടുത്താ കിട്ടുന്ന പ്രതിഫലമറിയുമോ? ബനല്ലാഹു ലഹു കസുറം ഫിൽ ജന്ന. അല്ലാഹ് നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് തരുമല്ലോ. മുത്തുനബി പറഞ്ഞതല്ലേ, റസൂലുള്ളാഹ് പഠിപ്പിച്ചതല്ലേ, അല്ലാഹുവല്ലേ പറഞ്ഞത്. നാഥാ ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാ അല്ലാ. ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി സദഖ കൊടുത്തവരുണ്ടോ അവരുടെ മരണം നന്നാക്കണേ അല്ലാ.